താരസംഘടനയായ അമ്മയെ ഇനി വനിതകൾ നയിക്കും. ശ്വേതാ മേനോനാണ് അമ്മയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയുമാണ് വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആകെ 504 അംഗങ്ങളാണ് അസോസിയേഷനിൽ ഇപ്പോഴുള്ളത്. പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ വോട്ടിങ്ങിൽ 357 പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് എങ്കിൽ 70% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. എന്നാൽ ഇക്കുറി കടുത്ത മത്സരം നടന്നിട്ടും 12% ഇടിവോടെ 298 പേരാണ് വോട്ട് ചെയ്തത്. 58% ഇത്തവണത്തെ പോളിംഗ്. അതിൽ ഇൻവാലിഡ് വോട്ടും ഏറെ. ശ്വേതാ മേനോനെതിരെ ദേവനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരന് എതിരെ രവീന്ദ്രനാണ് മത്സരിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയ്ക്കും ലക്ഷ്മി പ്രിയയ്ക്കും എതിരായിട്ട് നാസർ ലത്തീഫാണ് മത്സരിച്ചത്. ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രൻ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചു. എന്നാൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഈ സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ 13 പേർ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ അൻസിബ ഒഴികെ മറ്റ് 12 പേരും പത്രിക അവസാന നിമിഷം പിൻവലിക്കുകയായിരുന്നു. 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 13 പേരാണ് മത്സരിച്ചിരുന്നത്. ഇതിൽ 4 സീറ്റ് വനിതാ സംവരണമാണ്. 7 ജനറൽ സീറ്റുകളും. കൈലാഷ്, സിജോയ് വർഗീസ്, റോണി ഡേവിഡ്, ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, വിനു മോഹൻ, നന്ദു പൊതുവാൾ, ജോയി മാത്യു, നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു മോഹൻ, ആശ അരവിന്ദ്, അഞ്ജലി നായർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നത്. അപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു വനിതാ പ്രസിഡന്റിനെ നമുക്കിവിടെ കാണാൻ പറ്റും. കേസിനും പൊല്ലാപ്പിനും അവസാനമായി അങ്ങനെ ശ്വേതാ മേനോൻ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ഈ അവസരത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം, കാതോർത്തിരിക്കാം, വെയിറ്റ് ചെയ്യാം. താങ്ക് യു.